നമസ്കാരം. ജെഎം ടോക്സിലേക്ക് സ്വാഗതം. അങ്ങനെ കള്ളനെ കോടതി പിടിച്ചു. ഇനി കള്ളൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീണാൽ മതി. ആരാണ് കള്ളൻ എന്ന് കണ്ടെത്തിയാൽ മതി. ഒരു മോഷണം നടന്നുവെന്നും ആ മോഷണത്തിൽ ഒരു കള്ളനുണ്ടെന്നും കള്ളൻ സ്വർണം അടിച്ചു മാറ്റിയെന്നും കോടതി അസന്നിഗ്ധമായി കണ്ടെത്തി കഴിഞ്ഞു. ഇനി മോഷ്ടാവിനെ കണ്ടെത്തണം. അത്രമാത്രമേ ഉള്ളൂ. സ്വർണം കള്ളക്കടത്തിൻ്റെ പുതിയ എപ്പിസോഡ് ഇപ്പോൾ ഇതാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിനെ തുടർന്ന് കോടതി പുതിയൊരു അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 2019 അറ്റകുറ്റപ്പണികൾക്കായി ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ദ്വാരപാലക ശില്പം അത് സ്വർണമുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ ബോധ്യമായി. ആ സ്വർണം എത്രയായിരുന്നുവെന്നോ എവിടെ പോയെന്നോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 1.5 കിലോയിലേറെ സ്വർണം അന്ന് ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശില്പം തിരികെ കൊണ്ടുവന്നപ്പോൾ അത് തൂക്കി നോക്കിയില്ല, അതിലെത്ര സ്വർണം ബാക്കിയുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടില്ല. 2025 വീണ്ടും ഇത് സ്വർണം പൂശാനായി കൊടുത്തുവിട്ടപ്പോൾ എത്ര സ്വർണം ഉണ്ടായിരുന്നു എന്ന് നോക്കിയിട്ടില്ല. തിരിച്ചു വന്നപ്പോൾ 45 പവൻ സ്വർണ്ണമുണ്ട് എന്ന് കണ്ടെത്തി. അപ്പോൾ 2019 കൊടുത്തുവിട്ടത് ചെമ്പ് തകിടാണ് എന്നാണ് മഹസർ റിപ്പോർട്ട്. ആ മഹസ് റിപ്പോർട്ട് എഴുതിയതിൻ്റെ പേരിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു. മുരാരി ബാബു വളരെ ഒളിച്ച് കളിച്ച വരികൾക്കിടയിലായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ചെമ്പ് തകിടാണെന്ന് ഞാൻ എഴുതിയെങ്കിൽ ചെമ്പ് തകിട് തന്നെയാണ്. അതിന് കാരണം അതിൻ്റെ ബേസ് ചെമ്പ് തകിടാണ്. പിന്നെ അതിൽ സ്വർണം ഉണ്ടായിരുന്നോ സ്വർണ്ണമില്ലായിരുന്നോ എന്നുള്ളതൊക്കെ ഇനിയും ദേവസ്വം ബോർഡ് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ വരികൾക്കിടയിൽ വായിക്കാവുന്നത്. അപ്പോൾ കോടതി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. 2019 ഒരു ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണം പൊതിഞ്ഞ ഒരു പാളി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പാളി തിരികെ വന്നിട്ടില്ല. അതെവിടെയോ പോയി, അതെവിടെയോ വിറ്റു. പകരം വന്നത് മറ്റൊരു പാളിയാണ്. ആ പാളിയാണ് ഇന്ന് ശബരിമലയിൽ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗുരുതരമായ ഒരു വീഴ്ചയാണ് ശബരിമലയിലെ ബന്ധപ്പെട്ടവർക്കും ദേവസ്വം ബോർഡിനും സർക്കാരിനുമൊക്കെ സംഭവിച്ചതെന്ന് ഊഹിച്ചാൽ മാത്രം മതി. ഈ സ്വർണ്ണമൊക്കെ പൂശാൻ 2019 കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണമൊക്കെ പൂശിയതിന് ശേഷം ദേവസ്വം ബോർഡിലേക്ക് ഒരു ഇമെയിൽ അയക്കുന്നു. ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു, ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണമൊക്കെ പൂശി കഴിഞ്ഞു, പക്ഷേ കുറച്ച് സ്വർണം ബാക്കിയുണ്ട്, അതെന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യട്ടെ, ആ സ്വർണം വിറ്റിട്ട് ആ കാശ് കൊണ്ട് കുറച്ച് പാവപ്പെട്ട സ്ത്രീകളുടെ വിവാഹം നടത്തി കൊടുക്കാം. എന്തൊരു മഹാമനസ്കനായ മനുഷ്യൻ. സത്യത്തിൽ അന്നെങ്ങാനുമാണ് ആ വാർത്ത മാധ്യമങ്ങളിൽ ചോർന്നു കിട്ടിയിരുന്നെങ്കിൽ അത് പത്രത്തിലോ മാധ്യമങ്ങളിലോ വരുമായിരുന്ന വാർത്തയൊന്നും ആലോചിച്ച് നോക്കുക. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരിക്കും: ഉദാരമതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ജോലി ചെയ്യിപ്പിച്ചു, അദ്ദേഹം സ്വർണ്ണമെല്ലാം പൂശി കഴിഞ്ഞാൽ കുറച്ച് സ്വർണം ബാക്കി. വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ സ്വർണം കടത്തിയേനെ. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഉദാരമനസ്കനായ വിശാലമനസ്കനായ മനുഷ്യൻ ആ സ്വർണത്തിൻ്റെ കാശ് കൊണ്ട് ഇതാ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ ഒരുങ്ങുന്നു. ഇതെന്തൊരു ജുഗുപ്സാവകമായ ഒരു ഇമെയിലും അതിന് ഒരു മറുപടി അല്ലെങ്കിൽ അക്കാര്യം പുറമെ വെളിപ്പെടുത്താതിരുന്ന ദേവസ്വം ബോർഡിൻ്റെ വീഴ്ച എത്ര ഗുരുതരമാണെന്നുമാണ് കോടതിയുടെ വിധിയിലൂടെ വരികൾക്കിടയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ദേവസ്വം ബോർഡിൽ നടന്നുകൊണ്ടിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1980-കളിലാണെന്ന് തോന്നുന്നു നായനാർ പറഞ്ഞു, അതെനിക്ക് തോന്നുന്നത് അവിടെ ഈ ഏറ്റുമാനൂർ വിഗ്രഹത്തിൻ്റെ മോഷണം നടന്ന സമയത്ത് സ്റ്റീഫൻ എന്നൊരാളാണ് ഏറ്റുമാനൂർ വിഗ്രഹം മോഷ്ടിച്ചത്. അത് വലിയൊരു ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അക്കാലത്ത് നായനാർ പറഞ്ഞൊരു വലിയ സ്റ്റേറ്റ്മെൻറ്റ്, വലിയ വിവാദമായ ഒരു സംഭവമുണ്ട്: ഭഗവാൻ എന്തിനാണ് പാറാവ്? അത് പിന്നീട് ഒത്തിരി ചർച്ചയ്ക്ക് വിധേയമായി. ഭഗവാൻ വളരെ ദൈവത്തിന് എന്തിനാണ് പൊൻകുരിശെന്ന് പണ്ട് ബഷീർ ചോദിച്ചതുപോലെ ഭഗവാൻ എന്തിനാണ് പാറാവ് എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം പാറാവൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ അവിടെ സുരക്ഷിതമായി ഇരുന്നോളും എന്നുള്ളതായിരിക്കണം. പക്ഷേ ഇപ്പോൾ പാറാവ് നിന്നവർ തന്നെ ഭഗവാന് സ്വർണ്ണം അടിച്ചു മാറ്റിയിരിക്കുകയാണ് എന്നാണല്ലോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാവപ്പെട്ട ഭക്തന്മാർ കൊടുത്ത സ്വർണവും കാഴ്ചവസ്തുക്കളും, ഭക്തന്മാരുടെ വിശ്വാസം, ഭക്തന്മാരുടെ ഈ ശബരിമലയോടുള്ള ആ ആദരവും ബഹുമാനവും എല്ലാത്തിനെയും തകർക്കുന്ന വിധത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് എല്ലാ ഭക്തജനങ്ങളെയും, ഈവൻ ഒരു നീതിബോധമുള്ള എല്ലാവരെയും വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും സ്വന്തം കാര്യക്ഷമതയെക്കുറിച്ച് അടിവരയിട്ട് പ്രഖ്യാപനം നടത്തുന്ന, ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന പിണറായി സർക്കാരിനെ സംബന്ധിച്ചും പിണറായി സർക്കാർ ഭരിക്കുന്ന ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ഇതുവരെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് 2019 ഇത്രയും കാലമായിട്ട് അവിടെ ഇങ്ങനെ ഒരു സ്വർണം പ്രധാനപ്പെട്ട ഈ ശ്രീകോവിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്വർണ്ണ പാളി
നഷ്ടപ്പെട്ടു എന്നുള്ളതും അത് പല അടിച്ചു മാറ്റിയതാണെന്നുള്ളതും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വരികിൽ ആ ഭരണ നൈപുണ്യത്തെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാനാവില്ല. അപ്പോൾ ഇനിയും ഈ സ്വർണം ഇടപാടിൻ്റെ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി താഴെയുള്ള ബെൽ ബട്ടണിൽ അമർത്തുക.